മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഉണ്ണിയെ ഒരുപാട് അങ്ങോട്ട് അപമാനിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്ക് ഉണ്ണിയേട്ടനോട് വിരോധമൊന്നുമില്ല, പക്ഷേ ഉണ്ണിയേട്ടൻ്റെ ചേട്ടൻ്റെ കീഴിൽ ജീവിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയുന്നു. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ചേട്ടനെ ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ചേട്ടൻ്റെ അടുത്ത് തല ഉയർത്തി നിന്ന് സംസാരിക്കാനും പഠിക്കണം. എൻ്റെ ഈ കുഞ്ഞ് വിവാഹം കഴിച്ചതിന് ശേഷം സന്തോഷമായിട്ടിരുന്നിട്ടില്ല. ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിലും ഇവനെ സന്തോഷിപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ മോളെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് നിനക്ക് നിൻ്റെ സ്വന്തം കാലിൽ നിന്ന് എൻ്റെ മകളെ സംരക്ഷിക്കാൻ സാധിക്കുന്നോ അന്ന് ഇനി ഞാൻ എൻ്റെ മകളെ അങ്ങോട്ട് വിടുന്നുള്ളൂ എന്നൊക്കെ പ്രതാപനും പറയുന്നുണ്ട്. അത് കേട്ട് ഉണ്ണിക്ക് ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ വരുന്നുണ്ട്. പിന്നീട് പ്രതാപൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ മോള് മയപ്പെട്ട് കഴിയുമ്പോൾ മോളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് വിടാം എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഉണ്ണിക്കുട്ടൻ ഡിഗ്രി കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ പഠിച്ചു എന്ന് പറയണ്ടല്ലോ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, MBA കഴിഞ്ഞു എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ അതനുസരിച്ചൊരു ഗവൺമെൻറ് ജോലി സംഘടിപ്പിക്കാൻ പാടില്ല, എന്നാൽ പിന്നെ ആ വീൽ ചെയറിലിരിക്കണവൻ്റെ ഔദാര്യത്തിൽ ജീവിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ അവൾ പൊട്ടി ചിരിക്കുന്നുണ്ടാവും സന്തോഷം കൊണ്ട്, ഇവിടുത്തെ അടിച്ചുതളിക്കാരി എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, പണ്ടത്തെ അടിച്ചുതളിക്കാരി ഇപ്പോഴത്തെ കൊച്ചമ്മയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പുച്ഛത്തോടു കൂടി ഒരു കൊച്ചമ്മ എന്ന് പറയുന്നു. ആ സമയത്ത് ഉണ്ണി ഞാൻ പോവാന്ന് പറയുന്നു. പിന്നീട് പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യം, അച്ഛനും മുത്തശ്ശിക്കും പറ്റിയ തെറ്റ് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. കാരണം വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവന്നത് അച്ഛനും മുത്തശ്ശിയും കൂടിയാണ്. അവരവിടെ അടിമയായി ജീവിക്കുമെന്ന് വിചാരിച്ചാണ് നിങ്ങളത് ചെയ്തത്. പക്ഷേ അവർ കിട്ടിയ അവസരം മുതലാക്കി അവിടുത്തെ സർവ്വ അധികാരവും പിടിച്ചടക്കി. അതുകൊണ്ട് നിങ്ങളതും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, ഇതിനൊക്കെ കാരണക്കാർ നിങ്ങൾ തന്നെയാണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഉണ്ണി കാറെടുത്ത് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ദുർഗേനെയും മഞ്ജുവിനെയാണ്. ദുർഗയും മഞ്ജു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉണ്ണി അങ്ങോട്ട് വരുന്നുണ്ട്. ഉണ്ണിയുടെ കാറിൻ്റെ ഒച്ച കേട്ടതും ദുർഗയും മഞ്ജുവും വേഗം അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അയാൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ അകത്തുണ്ടെന്ന് പറയുന്നു ദുർഗ. ആ സമയത്ത് ഉണ്ണി പറയുകയാണ്, എനിക്ക് അയാളോട് 4 എണ്ണം പറയാനുണ്ട്, അതും അയാളുടെ മുഖത്ത് നോക്കിയെന്ന് പറയുന്നു. ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി കണ്ണൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും, ഏട്ടൻ്റെ കോട്ട് ഇപ്പോഴും അലമാരിൽ ഇരിക്കണല്ലേ, അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് വെച്ചോ, ആവശ്യം വരും. എൻ്റെ ഡൈവോഴ്സ് കേസ് തന്നെ ഏട്ടൻ വാദിക്കേണ്ടി വരും, കാരണം ഇനി കരുണ ഇങ്ങോട്ട് വരില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അഹങ്കാരം മൂത്ത് നിൻ്റെ ഭാര്യ പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ, അതുപോലെയുള്ളവളൊക്കെ ജീവിതത്തിൽ നിന്നും പോകുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അവളോട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് അവളെ ചൊടിപ്പിച്ച് ഇവിടെ നിന്നും പറഞ്ഞു വിട്ടത് നിങ്ങളാണ്, നിങ്ങൾ ഒറ്റൊരുത്തൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയുന്നു. അപ്പം കണ്ണൻ പറയുന്നുണ്ട്, അവൾക്ക് അല്ലെങ്കിലും ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, അതൊക്കെ തിരുത്തി എടുക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ഏട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇവർ വന്നതിന് ശേഷമാണ് ഏട്ടൻ ഇങ്ങനെ മാറിയെന്നൊക്കെ പറഞ്ഞ് മഹിയേയും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മഹിയോട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് കരുണ ഇവിടം വിട്ടു പോയത്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഓരോരുത്തരും 1 by 1 ആയിട്ട് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പം കണ്ണൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, അവൾ ഇവിടുന്ന് പോയെങ്കിൽ അത് അവളുടെ അഹങ്കാരം കൊണ്ടാണ്. ആ സമയത്ത് ഉണ്ണി ദേഷ്യം കൊണ്ട് വിറച്ച് വിരലൊക്കെ ചൂണ്ടി കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ അത് മാത്രം പറയരുത്, കണ്ണേട്ടൻ്റെ സംസാരമാണ് കരുണയെ ഇവിടെ നിന്നും പോകാൻ പ്രേരിപ്പിച്ചത്, അതുപോലെ തന്നെ ഇവരുടെ പ്രവൃത്തിയും. അവൾക്ക് ഈ വീട്ടിൽ താമസിക്കാനല്ലേ ബുദ്ധിമുട്ട്, വേറെ വീടെടുത്ത് മാറി താമസിച്ചോളാൻ ഞാൻ അവളോട് പറഞ്ഞതല്ലേ, വാടകയെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഏട്ടൻ അത് മാത്രമല്ല പറഞ്ഞത്, ഞാൻ ഏട്ടൻ്റെ ശമ്പളക്കാരനാണെന്നും എൻ്റെ കയ്യിലൊന്നുമില്ല എന്നും ഏട്ടൻ അവളോട് പറഞ്ഞു. പിന്നെ ഏട്ടൻ്റെ സ്വത്തിലും ബിസിനസ്സിലും എനിക്ക് ഒരു അവകാശവും ഇല്ലയെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഭാര്യ കടിച്ചു പിടിച്ച് നിൽക്കുമോ? ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിനെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാവും, ആ വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നിൽക്കൂല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, ഇപ്പോൾ ഇവൾക്ക് ആവശ്യം കണ്ണേട്ടനും ഇവളുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമല്ലാത്ത എല്ലാവരെയും ഇവർ ഓരോന്ന് പറഞ്ഞ് ഇവിടുന്ന് പുറത്താക്കും എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം ഇവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പം കണ്ണൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള സംസാരങ്ങൾ നിർത്തിക്കോളാൻ. എന്നിട്ട് കണ്ണൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്നും നമ്മൾ മാറിപ്പോകേണ്ട കാര്യമൊന്നുമില്ല, ഇത് നമ്മളുടെ വീടാണ്, അങ്ങനെയുള്ള ഒരു അധികാരഭ്രമം ഒന്നും എനിക്കില്ല, ഇതെല്ലാവരുടെയും വീടായി കരുതി എല്ലാവർക്കും യോജിപ്പോടുകൂടി ഇവിടെ കഴിയാം. എന്നാൽ ചിലരുടെ സംസാരത്തിൻ്റെ ലെവൽ മാറുമ്പോഴാണ് എനിക്ക് അവരോട് മുഖത്ത് നോക്കി ഓരോന്ന് പറയേണ്ടി വരുന്നത്. അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കോംപ്ലക്സ് ആണ്, ഇവൾക്ക് വീൽ ചെയറിലിരിക്കുന്ന നിങ്ങളെ വിവാഹം കഴിച്ചതിൻ്റെ കോംപ്ലക്സ്, നിങ്ങൾക്കാണെങ്കിൽ ഒരു ഭർത്താവിൻ്റെ കടമകളൊന്നും ഭാര്യയോട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കോംപ്ലക്സ്, പിന്നെ എൻ്റെ കരുണ പ്രഗ്നൻ്റ് ആയപ്പം ഇവർക്ക് അതുപോലെ പ്രഗ്നൻ്റ് ആവാൻ കഴിയില്ലല്ലോ എന്നോർത്തുള്ള കോംപ്ലക്സ്, അതൊക്കെയാണ്.
അത് കേട്ടിട്ട് കണ്ണനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിൻ്റെ മുഖം അടിച്ച് പൊട്ടിച്ചേനെന്ന് പറയുമ്പം ഉണ്ണി മുഖം കണ്ണൻ്റെ അടുത്തേക്ക് താഴ്ത്തി പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, അടിച്ച് പൊട്ടിക്കുക, ഇനി അതും കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറയണു. അതൊക്കെ കേട്ടിട്ട് ദുർഗയ്ക്കും മഞ്ജുവിനൊക്കെ ആകെ ദേഷ്യം വരുന്നുണ്ട്. മഹിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. അത് കഴിഞ്ഞ് ഉണ്ണി ഭയങ്കര ദേഷ്യത്തോടുകൂടി പോകാൻ തുടങ്ങുമ്പോൾ മഹി പറയുന്നുണ്ട്, ഉണ്ണി നിൽക്ക്, നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. കണ്ണേട്ടൻ എന്നോട് വേണ്ടെന്ന് പറഞ്ഞതാണ്. എന്നാലും ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് സ്വത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടാണ്. നിങ്ങൾക്കറിയാം കമലേശ്വരംകാർക്ക് എത്രത്തോളം സ്വത്തുക്കളുണ്ടെന്ന്. അത് കണ്ടിട്ടാണ് നിങ്ങൾ കല്യാണത്തിന് സമ്മതിച്ചതെന്നൊക്കെ പറയുമ്പോൾ ദുർഗയും പറയുന്നുണ്ട്, അത് ശരിയാ, ഇവളുടെ എന്നിട്ടൊരു പുണ്യവതിയാവലും എന്ന് പറയുമ്പോൾ കണ്ണൻ ദുർഗയോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നിർത്ത്. അതിനുശേഷം ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞല്ലോ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നിങ്ങളോട് കോംപ്ലക്സ് ആണെന്ന്. ശരിയാ, എനിക്ക് നിൻ്റെ ഭാര്യയോടും നിന്നോടും ഭയങ്കര കോംപ്ലക്സാണ്, തീരാത്ത അസൂയയുമാണ്. ഇത് നീയും നിൻ്റെ അമ്മയും പെങ്ങളും പറയണത് തിരുത്താനൊന്നും എനിക്ക് നേരമില്ല എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, തിരുത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കാലം നിങ്ങളുടെ വീൽ ചെയർ തള്ളാൻ ഞാനും മേഹേട്ടനും വേണമായിരുന്നു. ഇവള് വന്നതിന് ശേഷം ഞങ്ങളെയൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനി നീ ഇവിടെ നിന്ന് ഒരുപാട് പ്രസംഗിച്ചാൽ ഞാൻ കടുത്തൊരു തീരുമാനം എടുക്കും. നീ ഈ വീട്ടിലേക്ക് നീ കയറണ്ടെന്നുള്ള തീരുമാനം എടുക്കുമെന്ന് പറയുമ്പം ഉണ്ണി ദേഷ്യത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്, ആ തീരുമാനം എടുത്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്കും കൂടി കയറണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് പെരുവഴിയിൽ കിടന്നാലും കുഴപ്പമില്ല, ഇവിടെ താമസിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് ഇറങ്ങാൻ റെഡിയാണ് എന്നൊക്കെ പറയുന്നു. പിന്നീട് കണ്ണൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്, തന്നെപ്പോലെ ഒരാളുടെ ചെലവിൽ കഴിയുന്നതിനേക്കാളും നല്ലത് തെരുവിൽ കഴിയുന്നതാണ് നായ്ക്കളെ പോലെ. ആ സമയത്ത് കണ്ണൻ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഇത്രയും നാളും നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നുകൊണ്ടിരുന്നത് നീ ചോദിക്കാതെ തന്നെയാണ്. നിനക്ക് ശമ്പളം കൂടാതെ കമ്പനിയിൽ എന്തെങ്കിലും ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി നിനക്ക് തരാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അത് ഞാൻ കമ്പനിക്ക് വേണ്ടി സേവനം ചെയ്തിട്ടാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് എവിടെ ജോലിക്ക് കയറിയാലും കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം തന്നിട്ടാണ് നിന്നെ ഞാൻ ജോലിക്ക് നിർത്തിയത്. പിന്നെ ഞാൻ സ്റ്റാഫിനെ ജോലിക്ക് നിർത്തുന്നത് കമ്പനിയെ സേവിക്കാനാണ്, അല്ലാതെ നോവിക്കാനല്ല എന്നൊക്കെ കണ്ണൻ പറയുന്നു. ആ സമയത്ത് ദുർഗ കണ്ണനോട് വന്ന് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഇതുപോലൊരു കണക്ക് പറച്ചിലൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇനി അതൊക്കെ ഉണ്ടാവും അമ്മേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അത് ശരി, അതിന് വേണ്ടിയിട്ടാണല്ലോ കമ്പനിയിലൊരു ക്യാബിന് ഒഴിച്ചിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്, പിന്നെ എനിക്ക് മക്കളുണ്ടെങ്കിൽ അവർക്കും, അതുകൊണ്ട് തന്നെയാണ് കമ്പനിയിലൊരു ക്യാബിൻ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത്. സാധാരണ എല്ലാ ഭർത്താക്കന്മാരും ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ചെയ്തതിനെക്കുറിച്ചൊന്നും പറയണ്ട, ഇവരെ അർദ്ധരാത്രിയിൽ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയണേ. അത് സത്യമാണെന്ന് ആർക്കറിയാം, ഇവരാരുടെയെങ്കിലും കൂടെ ചുറ്റി തിരിഞ്ഞിട്ട് വന്നതായിരിക്കും. നേരം വെളുത്ത് വന്നപ്പോൾ ഇവരുടെ ശരീരത്ത് ഒരു പോറൽ പോലും ഉണ്ടായില്ല. ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അതിൻ്റേതായ എന്തെങ്കിലും ഒരു പോറലോ കാര്യങ്ങളോ ഉണ്ടാവൂലേ എന്ന് ചോദിക്കണു. എന്നിട്ട് അതിൻ്റെ പഴി മൊത്തം കരുണയുടെ അച്ഛൻ്റെ തലയിലേക്കും വെച്ചു എന്ന് പറയുമ്പോൾ ദുർഗയും മഞ്ജുവൊക്കെ ഇങ്ങനെ ചിരിക്കണു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇവളങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോയതാണെങ്കിൽ ഇവൾ ഉടനെ തന്നെ വിശേഷം അറിയിക്കും. ആ സമയത്ത് കണ്ണൻ ദുർഗയോട് ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, മിണ്ടരുത്, ഇനി നിങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നടന്നത് എന്താണെന്നുള്ളത് ഞാൻ തെളിയിക്കും പോലീസിൻ്റെ സഹായത്തോടെ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ കയ്യിൽ കോടികളല്ലേ ഉള്ളത്, അത് കൊടുത്ത് കേസ് എങ്ങനെ വേണമെങ്കിലും കണ്ണേട്ടന് വളച്ചൊടിക്കാമല്ലോ. അത് കേട്ടതും കണ്ണൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഉണ്ണിയോട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ കടിച്ചു തൂങ്ങാമെന്ന് നീ വിചാരിക്കരുത്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ പാട്ടിന് പോയിക്കോളാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, പണത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഇവളുണ്ടല്ലോ, ഇവർ നിങ്ങളെ ഒരുപാട് കരയിപ്പിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്യൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളെ അച്ഛാന്ന് വിളിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ മഹിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മഹി ഉണ്ണിയോട്, നിർത്തടാ, ഇതിനു മുമ്പ് ഞാൻ ആകെ ഒരാളെ അടിച്ചിട്ടുള്ളൂ, ആ മേഘനാഥൻ്റെ കർണത്തിൻ്റെ വിരൽ പതിഞ്ഞിട്ടുണ്ട്. ഇനി നീ എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചെകിടത്തും എൻ്റെ കൈ പതിയും എന്ന് മഹി പറയുമ്പോൾ ഉണ്ണി വല്ലാണ്ടാവുന്നുണ്ട്. അതേസമയം ദുർഗ ഭയങ്കര ദേഷ്യത്തോടു കൂടി, നീ എൻ്റെ മകനെ തല്ലുകൂടിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ മഹി പറയുന്നുണ്ട്, ഇപ്പോൾ പറഞ്ഞതുപോലെ അവൻ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ, പറഞ്ഞാൽ അവൻ്റെ ചെകിടത്ത് എൻ്റെ കൈ ഉറപ്പായിട്ടും പതിയും എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഉണ്ണി ഭയങ്കര ദേഷ്യത്തോടു കൂടി കണ്ണനോട് പറയുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കുമോ, ഇവർ കാരണം നീറി മനസ്സ് നൊന്ത് കഴിയുന്ന നിങ്ങളെ ഞങ്ങളെല്ലാവരും കാണും, അന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വില മനസ്സിലാവും എന്നും പറഞ്ഞ് ഉണ്ണി തിരിഞ്ഞു പോയതും കണ്ണൻ മഹിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, താൻ തല്ലൂന്ന് പറയാതെ അവനെ തല്ലണമായിരുന്നു, തല്ലാണ്ടിരുന്നത് വളരെ മോശമായി പോയി.
അത് കേട്ടതും മഹി വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ട്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഓരോന്ന് ഓതിക്കൊടുത്ത് ചേട്ടനെയും അനിയനെയും തമ്മിൽ തല്ലിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേടി, കുടുംബത്തിൽ കയറി വന്ന് കുടുംബം തകർത്തവളല്ലേ എന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട്, ഇനിയും ഓരോന്ന് ഓതിക്കൊടുത്ത് ഞങ്ങളെ എല്ലാവരെയും പുറത്താക്ക്, എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാമെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അങ്ങനെ ജീവിച്ചാലും നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിനക്ക് ലാളിക്കാനായിട്ട് ഇവൻ്റേതായിട്ടുള്ളൊരു കുഞ്ഞ് ഈ ജന്മം ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഉണ്ണി പറഞ്ഞതുപോലെ ഒരു കുഞ്ഞായിരിക്കും. അത് കേട്ട് കണ്ണൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി അമ്മയായിപ്പോയി, അതുകൊണ്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ദുർഗ ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, പറയ്, ഒരു ദിവസം ഇവളും ഇവളുടെ ജാരനും കൂടി നിന്നെ ഇതിനകത്തിട്ട് കത്തിക്കും, വീട് ഉൾപ്പെടെ. അതായിരിക്കും നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കലാശക്കൊട്ട്. അതും പറഞ്ഞ് മഞ്ജുവും ദുർഗയും അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേട്ടിട്ട് മഹിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. മഹി അവിടെ നിന്ന് കരയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, താൻ വിഷമിക്കേണ്ട, അഹങ്കാരം മൂത്തവർ പലതും പറയും, അവർ പറഞ്ഞിട്ട് പോയിക്കോളും, താനത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പം ഒരുത്തൻ എന്നോട് ഓരോന്ന് പറഞ്ഞിട്ട് പോയില്ലേ, അതിനവൻ അനുഭവിക്കാനിരിക്കണുള്ളൂ. കാരണം അവൻ ഒരാവശ്യത്തിനും പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അവൻ്റെ കാര്യങ്ങൾക്കൊന്നും അവൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടിയിട്ടുമില്ല. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ മുന്നിലാണ് അവൻ കൈ ചൂണ്ടി ഇതുപോലെയൊക്കെ സംസാരിച്ചിട്ട് പോയത്. അതിനുള്ള മറുപടി മുകളിലിരിക്കുന്ന ആൾ കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ മഹി ഭയങ്കര സങ്കടത്തോടു കൂടി കണ്ണൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണനും മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തുവിനെയും കണ്ണനെയാണ്. കണ്ണനിങ്ങനെ ഭയങ്കര ആലോചനയിലിരിക്കുവാണ്. അനന്തും അപ്പുറത്ത് മാറി ലേഹയും മഹിയും നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനന്തു കണ്ണനോട് പറയുന്നുണ്ട്, ഇത്രയും കാലം നീ നിൻ്റെ കുടുംബത്തെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴൊക്കെ അവർക്ക് നിന്നോടും സ്നേഹമുണ്ടെന്ന് അവർ അഭിനയിക്കുകയായിരുന്നു. ഇപ്പോൾ അവരുടെ സ്നേഹം ഇല്ലാണ്ടായത് നീ വിവാഹം കഴിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ആരൊക്കെ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നിനക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും കുടുംബത്തിൻ്റെ സമാധാനം പോയടാ. എന്നിട്ട് കണ്ണൻ ഭയങ്കര സങ്കടത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്, മുമ്പൊരിക്കലും വീടിൻ്റെ ഉള്ളിൽ ഇതുപോലെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ഏത് നേരവും വഴക്ക് മാത്രമേ ഉള്ളൂ, ഇപ്പം മനസ്സമാധാനം ഇല്ല എന്നും പറഞ്ഞ് കണ്ണൻ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നുണ്ട്. അത് കണ്ട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കണു. വാശിയും വൈരാഗ്യവും അത്യാർത്തിയുമുള്ള ഒരാളാണ് കരുണ. അവൾ അതേ രീതിയിൽ ചിന്തിക്കുന്നവരുടെ കൂടെ കൂടിയതോടുകൂടി കുടുംബം ശിഥിലമായെന്ന് തന്നെ പറയാം. കണ്ണേറ്റിന് ഇനി തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകാൻ പോവല്ലേ, കുറച്ച് ദിവസം അവിടെ പോയി താമസിക്കുക, അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതിനൊക്കെ ഒരു മാറ്റം വരും. അപ്പം മഹി പറയുന്നുണ്ട്, ഞാനും അത് തന്നെ പറയുന്നതെന്ന് പറഞ്ഞപ്പം അനന്ത് പറയുന്നുണ്ട്, ഇപ്പം നിൻ്റെ വീട്ടിൽ നിന്നെ സ്നേഹിക്കാൻ മഹി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരുടെയും സ്വഭാവം ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ നിൻ്റെ വിവാഹത്തിന് മുമ്പും ശേഷവും നീ പറയാനുള്ളതൊക്കെ എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയാറുണ്ട്, അതാണ് അവർക്ക് നിന്നോട് ദേഷ്യം തോന്നുന്നത്. അത് നീ ഒന്നും കാര്യമാക്കണ്ട. പിന്നെ മഹിയോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, പിണങ്ങിപ്പോയ അനുജതയെ തിരിച്ചു കൊണ്ടുവരാനൊന്നും മഹി മെനക്കെടണ്ട. അവൾ ചേച്ചിയെ സ്നേഹിക്കുന്നവളൊന്നുമല്ല, അവൾ തനിയെ തിരിച്ചു വരട്ടെ. പിന്നാലെ ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൾ മഹിയെ വേദനിപ്പിക്കും എന്നൊക്കെ ലേഖയും പറയുന്നു. ശരിക്കും ഞങ്ങളിപ്പോൾ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയതുപോലെയാണ്. മഞ്ജു മേഘനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വിവാഹത്തിൽ ഞാൻ സഹകരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതാണ്. അതോടുകൂടി അമ്മാവൻ്റെയും അമ്മയുടെയും അവരുടെ കൂടെ ഉള്ളവരുടെയൊക്കെ ശത്രുത ഒന്നും കൂടെ കൂടി. ഇനിയിപ്പോൾ കരുണയുടെ അച്ഛൻ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ലേഹ്യം പറയുന്നുണ്ട്, മഹി അതും പറഞ്ഞ് കണ്ണേട്ടനെ നിർബന്ധിക്കരുതെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടൻ്റെ പെങ്ങളല്ലേ മഞ്ജു, അപ്പോൾ അവളുടെ വിവാഹം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കണ്ണേട്ടനില്ലേ. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ആ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മേഘനെ വിവാഹം കഴിക്കരുതെന്ന് ഇവൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മഹിയും കണ്ണനൊക്കെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രൊമോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.